എല്ലാവർക്കും ബ്യൂട്ടിഫുൾ ആയിട്ട് നിൽക്കുക ഒരു കോൺഫിഡൻസ് ആണ് അല്ലെ. അപ്പൊ ആ ഒരു ധൈര്യം കിട്ടുക അത് ബ്യൂട്ടിഫുൾ ആയിട്ട് നിൽക്കുമ്പോൾ തന്നെയാണ്. അതിപ്പോ ഏത് സ്കിൻ ടോണിലുള്ള കുട്ടികളാണെങ്കിലും അവർക്ക് അവരുടെ സ്കിന്നിൽ തന്നെ ഒരു വിശ്വാസം ഉള്ളപ്പോഴാണ് അവർക്ക് ആ ഒരു ധൈര്യം വരിക. അപ്പം സ്കിൻ ടോണിൽ തന്നെ ഇപ്പൊ ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ പ്രിഫർ ചെയ്യുന്നതും അതാത് സ്കിൻ ടോണിൽ നിന്നുകൊണ്ട് തന്നെ മേക്കപ്പ് ചെയ്യുക. അപ്പൊ അവർക്കൊരു ഒരു ഭയങ്കര ഒരു കാണുമ്പോൾ അയ്യേ ഇന്ന് ഈ കുട്ടിയെ വിത്തൗട്ട് മേക്കപ്പിൽ എങ്ങനെ നമ്മൾ ബ്യൂട്ടി എൻഹാൻസ് ചെയ്യുന്നതാണ്. ഇപ്പൊ നമ്മൾ ഇവിടെ തന്നെ ഈ ഒരു കോമ്പറ്റീഷനിൽ ഞാനായിരുന്നു അവരുടെയൊക്കെ മേക്കപ്പ് ചെയ്തിരുന്നത്. അതെ. അപ്പൊ അന്ന് ഞാൻ അവരെ കണ്ടത് വെറും ബ്യൂട്ടി മാത്രമല്ല അവർ കാണുന്നത്, അവർക്ക് ആ ഒരു കോൺഫിഡൻസ് ഉണ്ട്. ഇത്രയും വലിയൊരു സ്റ്റേജിൽ നിൽക്കുക, ഇത്രയും പേരോട് മത്സരിക്കുക. അപ്പൊ ആ ഒരു കോൺഫിഡൻസ് മേക്കപ്പിൽ കൂടെ കൊടുക്കാൻ പറ്റുന്നത് നമുക്കൊരു ചെറിയൊരു സപ്പോർട്ടാണ് അവർക്ക്. ഇപ്പൊ താങ്കളുടെ ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് എന്നുള്ള നിലയിൽ താങ്കൾ ശ്രദ്ധിക്കുന്നത് ഈ പുറംമേനിയിലാണോ, എന്താണ് ഒരു കോൺഫിഡൻസ് വരുത്തുന്നത്, അത് അവരുടെയും കൂടെ പ്രശ്നമാണ്? പുറമേനി മാത്രമല്ല സർ, ഇപ്പൊ നമ്മളിപ്പോ ഭക്ഷണം കഴിക്കുന്നത് വിശപ്പ് മാറ്റാൻ വേണ്ടി മാത്രമല്ലല്ലോ. ഇപ്പൊ നല്ലൊരു പാത്രത്തിൽ നന്നായിട്ട് അത് സെർവ് ചെയ്യുമ്പോൾ നമുക്കത് കഴിക്കുമ്പോൾ ഒരു സന്തോഷമാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ മേക്കപ്പ് വെറും നമ്മുടെ ബോഡിക്ക് കിട്ടുന്ന ഒരു എൻഹാൻസിങ് ഉണ്ടല്ലോ, ഒരു ധൈര്യം, നേരത്തെ പറഞ്ഞ ഓറ. അപ്പൊ ആ ഒരു ഓറ നമുക്ക് ഒന്നും കൂടെ ഒന്ന് ഇംപ്രൂവ് ചെയ്യാൻ മേക്കപ്പ് സഹായിക്കും. അതാണ് ഞാൻ ആളെ തിരിച്ചറിയാൻ പറ്റാവൂ? ഇല്ല. പക്ഷെ ഇപ്പോഴത്തെ ആൾക്കാർക്കൊക്കെ ഇപ്പൊ ഈ കുട്ടികൾക്കായിരുന്നാലും ഇവൻ സാറിനായിരുന്നാലും മേക്കപ്പ് വേണമെങ്കിൽ എത്രത്തോളം ഗോ ഫോർ എ നാച്ചുറൽ ലുക്ക്. അതായിരിക്കും അതെ സിറ്റുവേഷൻസ് റിക്വയർമെന്റ്സ് അനുസരിച്ച്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.